Hey PC aspirants, welcome to another study vlog. ഇന്ന് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നാളത്തെ ക്ലാസ് എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് ഫുൾ ഡേ അത് തന്നെ നോക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇടയിൽ കുറച്ച് സെയിം സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ കുറച്ച് മാത്സും കുറച്ച് GK കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ മോർണിംഗ് എങ്ങനെ എണീക്കും, രാവിലെ എണീക്കാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ മാത്രം രാവിലെ എണീറ്റാൽ മതി. അല്ലെങ്കിൽ ഈ രാത്രിക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. എനിക്ക് രാത്രിയിൽ ലേറ്റ് നൈറ്റ് ഒട്ടും ഇരിക്കാൻ പറ്റില്ല, കണ്ണടഞ്ഞടഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് എണീക്കുന്നത്. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഈ രാവിലെ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു ടൈമിൽ ഈ അലാം കേട്ടിട്ട് എണീറ്റ് വരിക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. എണീറ്റ് വന്നാൽ കുഴപ്പമില്ല, പിന്നെ ഇരുന്ന് പഠിക്കും. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ സൺറൈസ് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മോർണിംഗ് എണീക്കിനെ പറ്റിയാണ്. ഇപ്പോൾ മോർണിംഗ് എണീക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുക. വർക്കൗട്ട് ആണെന്നില്ല, എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അലാം വെക്കുന്ന സമയത്ത് ബെഡിൻ്റെ അടുത്ത് വെക്കാറില്ല. ഞാൻ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടാബില്ലേ, അതിൻ്റെ അകത്താണ് ഞാൻ അലാം വെക്കാറ്. അതിന് കുറച്ച് അധികം സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ സെൻട്രൽ ഹാളിലാണ് അലാം വെക്കുക. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്തായാലും നമ്മൾ ഓഫാക്കാൻ വേണ്ടി എണീറ്റ് വരണം. അപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എണീക്കും. അപ്പോൾ ആ ഒരു നടക്കുന്ന ഒരു ടൈം കൊണ്ട് നമ്മളെ ഉറക്കം ഏകദേശം ഒന്ന് പോകും. പിന്നെ നമുക്ക് പോയി കിടക്കാൻ തോന്നില്ല. നമ്മൾ പുറത്ത് അലാം വെക്കുന്ന അതേ ടൈമിൽ തന്നെ നമ്മൾ ഫോണിലും നമ്മൾ അലാം വെക്കണം. അപ്പോൾ ഫോണിൽ അലാമത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ എന്തായാലും ഉണരും. അപ്പോൾ പുറത്തുള്ള സൗണ്ട് നമ്മൾ കേൾക്കുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അലാമുള്ള ക്ലോക്ക് ഉണ്ടല്ലോ, ചെറിയ ടൈം പീസ് പോലത്തെ, എൻ്റെ ഫ്രണ്ട് അതാണ് യൂസ് ചെയ്യാറെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് കേട്ടാൽ എന്തായാലും നമ്മൾ ഓഫാക്കാൻ എണീക്കും. അതും അന്നേരം ബെഡിൻ്റെ അടുത്ത് വെക്കാൻ പാടില്ല, പുറത്ത് കുറച്ച് ദൂരെ മാറി വെക്കണം. നമ്മൾ എണീറ്റ് വന്ന് ഓഫാക്കേണ്ട ഒരു പരുവത്തിൽ വെക്കണം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ എക്സാമിൻ്റെ പഠിക്കുന്നതിനിടയിൽ ഞാൻ കുറച്ച് നേരം മാത്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലോക്ക് എന്നുള്ള ടോപ്പിക്കാണ് എടുത്തത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മാത്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിലാക്സ് ആവുമല്ലോ. സെയിം സബ്ജക്റ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനേക്കാളും ഇടയ്ക്ക് ഇങ്ങനെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. Among constellations, we'll find our way. Through the celestial symphony, we'll sway. With every step, we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, the fences bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. The shimmering galaxies will find our way. നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പം ജസ്റ്റ് നമ്മൾ കൂടെ ഒരാളും കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരാൾ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ. അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലോ ടാബിലോ ഞാനിപ്പോൾ വെച്ച പോലത്തെ ജസ്റ്റ് സ്റ്റഡി വിത്ത് മീ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ലൈവ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കൂടെ ഒരാൾ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പം പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. ഇന്ന് നമ്മുടെ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഡേ 6 ആണല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. റിവിഷനും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silence.